ന്യൂസിലാൻഡിലെ തദ്ദേശീയരായിട്ടുള്ള ജനതയാണ് മാവോറികൾ. ഈ യൂറോപ്യൻ ന്യൂസിലാൻഡുകാർക്ക് ശേഷം ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വംശീയ ജനവിഭാഗമാണ് മാവോറികൾ. അത് ഒരു സംഭവം കാണിച്ചാലേ, നമ്മളിത് അവിടെ കാറ് ആ ഭാഗത്ത് പാർക്ക് ചെയ്തു, ഇവിടെ ഇരുന്ന് ഇത്തിരി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ പുക വരുന്നു. ഇത് നോക്കിയാൽ ഭൂമിക്കടിയിൽ നിന്ന് പുക വരുന്നുണ്ടോ? ഇത് കണ്ടോ? ഇതെന്താ സംഭവം? വെള്ളം തിളയ്ക്കുന്ന അവിടെ. എൻ്റെ പൊന്നോ, വെള്ളം തിളയ്ക്കണം അവിടെ. ഭൂമിക്കടിയിൽ നിന്ന് എന്തോ തിളച്ച സാധനം വരുന്നത്. തിളച്ചത് മാത്രമല്ല, നല്ലൊരു സ്മെല്ലും കൂടെ. ചീഞ്ഞ മണം ഉണ്ടല്ലോ, നല്ല ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലുണ്ട്. സംഭവം എന്താ അറിയാമോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് സൾഫർ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ന്യൂസിലാൻഡിലാണ്. ന്യൂസിലാൻഡിൽ റൊട്രോവ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ജിയോ തെർമൽ ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. ഭൂമിക്കടിയിൽ നിന്ന് സൾഫറും വരും, ചൂടുവെള്ളം വരും, പുക വരും, എല്ലാ സാധനവും വരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് റൊട്രോവ എന്ന് പറയുന്ന ന്യൂസിലാൻഡിലെ സ്ഥലം. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ചെറുത്, ഇതൊന്നുമല്ല. ഈ സിറ്റിയുടെ ഭാഗത്തു കൂടിയൊക്കെ പോകുമ്പോൾ കാണയുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ പുകയൊക്കെ പറ്റി. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ് ടിജൂസ് അക്കാദമി എക്സ്പ്ലോറിംഗ് ന്യൂസിലാൻഡ്. വെൽക്കം ടു ഷെറിങ്സ് വ്ലോഗ്. ഇവിടെ ഇങ്ങനെ വേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് പുക വരുന്നുണ്ടോ? ഇത് ഈ ഭൂമിക്കടിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ കുറച്ച് മഞ്ഞച്ചിരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചേക്കണം. അതൊക്കെ സൾഫറാണ്. കണ്ടാ? എൻ്റെ അമ്മ, ഇതൊക്കെ ചെറുതാണ് കേട്ടോ. ഇവിടെ വലിയ സംഭവങ്ങളുണ്ട്. അവിടെ ജസ്റ്റ് നമ്മുടെ വണ്ടി ഇടുന്നു, ഈ ഭാഗത്തേക്ക് വരുന്നു. ഇത് ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പാണ്. നമുക്ക് ഇതൊക്കെ കണ്ട് നടക്കാം. നല്ല മണം, ചീഞ്ഞ മണം. ചീഞ്ഞ മണം. ഇവിടെ വെള്ളം തിളക്കണ സൗണ്ട് കേൾക്കുന്നു. ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം തിളച്ച് മറിഞ്ഞു വരുന്നത്. ഇത് കണ്ടതേ, ഇവിടെ നോക്കി. എൻ്റെ പൊന്നോ, കുളുകുളു എന്നൊരു സൗണ്ടൊക്കെ. ഈ കാണുന്നതൊക്കെ ചൂടുവെള്ളമാണ്. കണ്ടോ? അതിൻ്റെ അടിയിൽ നിന്ന് ചെറുതായിട്ട് കോമളകൾ വരുന്നുണ്ടോ? ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് ഒഴുകി പോവാവോ? ഒഴുകി പോകുന്നുണ്ടോ ഈ വെള്ളം? അല്ലേ, കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. പക്ഷേ എനിക്കൊന്ന് വറ്റി പോകുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നറിയില്ലേ? എന്തൊക്കെയാണോ പരിപാടി എന്നറിയില്ല. അപ്പോൾ നമ്മൾ ന്യൂസിലാൻഡിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോട്ടറോയിലെത്തി. ഇനി അടുത്ത ദിവസം നമ്മൾ വേറെ ഇപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കിട്ടുന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡുകൾ നോക്കിയോ. വെല്ലിംഗ്ടൺ പോവും, ഫെറി കയറി അടുത്ത സൗത്ത് ഐലൻഡിലോട്ടൊക്കെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ള ഒരു നാടാണ്. ഇവിടെ വന്ന് ജോലി ചെയ്യാനും സ്റ്റുഡൻ്റായിട്ട് വരാനും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നമുക്ക് OET, IELTS അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതായത് ഇംഗ്ലീഷ് ഫ്ലുവൻസി നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ടിജൂസ് അക്കാദമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നോക്കിയിട്ട് ക്ലാസ്സുകൾ ക്രമീകരിക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ ട്രെയിനിങ് എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പറയുന്ന പോലെ പഠിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ സമയം മാറ്റി വെക്കേണ്ട. നമുക്ക് ജോലി ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ട്രെയിനിങ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. OET അതുപോലെ IELTS. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം. പല മൊഡ്യൂളുകളുണ്ടല്ലോ, അതായത് 4 മൊഡ്യൂളുണ്ടല്ലോ: റൈറ്റിംഗ്, റീഡിങ്, സ്പീക്കിംഗ്, ലിസണിങ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വീക്ക് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാത്രം സ്പെഷ്യലായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു ട്രെയിനിങ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് OET, IELTS പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടിജൂസ് അക്കാദമി. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നവർ അപ്പോൾ ടിജൂസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇത് വലിയതാണ്. എൻ്റെ മുന്നേ അവിടെ പോകാറുണ്ട് നിങ്ങൾ. ഇത് ഭയങ്കര വലിപ്പമുള്ളതാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ചെറിയ ഭാഗത്തുനിന്ന് വരുന്ന പോലത്തെ സംഭവം അല്ല. ഇതണ്ട, ഈ പുക അടിച്ച വല്ല പണിയാവോ? നമ്മൾ ഓർക്കുന്നുണ്ടോ, ഇന്തോനേഷ്യയിൽ നമ്മൾ ഇതുപോലൊരു ഇജൻ വോൾക്കാനോ കാണാൻ പോയി. അതുപോലത്തെ സംഭവമാണിത്. പക്ഷേ ഇത് തിളച്ച വെള്ളത്തിൻ്റെ പുകയാണ് വന്നതെന്ന് തോന്നുന്നു അല്ലേ? സൾഫറിൻ്റെ മണം ഇല്ലല്ലോ? ഉണ്ടോ? എനിക്ക് ജലദോഷം ഉണ്ട്, പക്ഷേ മറ്റേടത്തേക്കാളും കുറവാണ്. ഇതേ വെള്ളം തിളച്ച് പോണതിൻ്റെ പുകയാണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നു, ഇതുണ്ടോ? ഇവിടെ നിന്നൊക്കെ വെള്ളം പിന്നെ നോക്കി, ചൂടുവെള്ളം ഉണ്ട്. അതിനകത്ത് വീണ് കഴിഞ്ഞാൽ വെന്ത് ഉരുകിപ്പോവും. എന്താ എൻ്റെ പൊന്നു, അടിപൊളി. ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഒന്നുമില്ലെന്നുള്ളേ. കുളിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ ചാടിട്ടോ പൊള്ളൂന്നറിയാലോ അത്.
ഇത് കൊള്ളാട്ടാ, അടിപൊളി. ആ ഒരു അല്ല ആവി അടിക്കുമ്പോ ഹെവി ചൂടാ മുഖത്തൊക്കെ അടിക്കണം കേട്ടോ. ആവി അടിക്കുമ്പോഴേ ആവിയാണ് ഈ വരുന്നത്. ഇത് ആക്ച്വലി നമ്മളെ കാർ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് വന്നപ്പോ കണ്ട സാധനം. അതെ, അങ്ങനെ കണ്ടാണ്ട്. ശരിക്കും ആക്ച്വലി ജിയോ തെർമൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏരിയ ഉണ്ട്. അവിടെ ഫീസ് ഉണ്ടോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ അത് കുറച്ചും കൂടെ വേറൊരു രീതിയിലുള്ളതാ. പക്ഷെ അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അത് ക്ലോസ്ഡ് ആയി. 4 മണി വരെ ഉള്ളത്. അപ്പൊ നമ്മൾ ഓർത്തു നാളെ രാവിലെ അവിടെ പോവാന്ന് വെച്ചു. പക്ഷെ ഈ വഴി വന്നപ്പം ഇത് കണ്ടു. അതാണ്. അതെന്ന് പറഞ്ഞാല് അതിന്റെ പേര് വല്ലതും ഉണ്ടോ? പേരുണ്ട്, പക്ഷെ ഇതെല്ലാം ഈ മാവോറി നെയിംസ് ആയതുകൊണ്ട് പറഞ്ഞ്. അപ്പൊ അതാണ് ആക്ച്വലി ഇവിടുത്തെ മെയിൻ കാണാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 9 മണി തൊട്ട് 4 മണി വരെ ഉള്ളൂ. അപ്പോൾ അത് ക്ലോസ് ആയി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇതിലെ വെറുതെ പാസ് ചെയ്തപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അതിന്റെ പേര് ജിയോ തെർമൽ വാലി എന്നാണ് അതിന്റെ പേര്. അതെനിക്ക് വലിയ സംഭവമായിരിക്കും മിക്കവാറും. അത് എനിക്ക് തോന്നുന്നു സൾഫർ ഒക്കെ വരുന്നത് അതാണ് സംഭവം. സൾഫറിന്റെ കൂടുതൽ കണ്ടന്റ് ഒക്കെ കാണുന്നത് അവിടെയാണ്, ഈ മഞ്ഞ കളറിലെ സംഭവങ്ങൾ. അപ്പൊ നമുക്ക് രാവിലെ ഒന്ന് പോയി നോക്കാം അല്ലേ? 9 മണിക്ക് ഓപ്പൺ. നമുക്ക് അത് കണ്ടിട്ട് നാളത്തെ എപ്പിസോഡ് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, പക്ഷെ എൻ്റെ പൊന്നു അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എൻ്റെ പൊന്നു ഇതിൽ കൂടി നടക്കാനുള്ള വഴിയുണ്ടേ, പക്ഷെ അവിടെ മൊത്തം പുക അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് ആവി അടിക്കുന്നുള്ളൂ. എടാ എനിക്ക് നല്ല ജലദോഷമുണ്ട്, ഇപ്പോൾ മാറിക്കിട്ടും മിക്കാറും. ഒന്നും കാണാൻ പറ്റില്ല, കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് പുക, ചൂട് പുകയാണ് അടിക്കണം. അയ്യോ ഇത് കണ്ടോ, കുറച്ച് ആവി പിടിക്കട്ടെ, ജലദോഷമുണ്ട്. ഇവിടെ വന്ന പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കുഴപ്പമുണ്ട്. അത് ഇതുണ്ടോ, നല്ല ക്ലിയർ വാട്ടർ. പക്ഷെ അതിന്റെ അടിയിലൊരു എന്തോ ഒരു ഇതില്ലേ, പാണ്ട് പിടിച്ചാണോ ഇല്ലേ? വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങോട്ടോ എവിടെ ഒഴുകി പോകുന്നുണ്ടേ വെള്ളം. നല്ല ചൂട് കാറ്റടിച്ചോണ്ടിരിക്കുന്നു. ചൂട് അല്ല, തണുത്ത കാറ്റടിക്കണ്ട, അതിന്റെ ഒപ്പം ചൂട് ആവി അടിക്കുന്നു. നല്ല എന്തോ പ്രത്യേകതര അനുഭവം. കഴിഞ്ഞ ദിവസം ബിബിൻ പറഞ്ഞ ഓർമ്മയില്ല, അതായത് ഏതോ ഒരു പാലത്തിന്റെ അടിയില് ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി കാരണം അവിടുത്തെ വെള്ളത്തിന്, അതായത് ലേക്കിന്റെ വെള്ളത്തിന് ഒരു സൈഡില് തണുപ്പും ഒരു സൈഡില് അതിനെന്തോ ഒരു പേര്, കോൾഡ് ആൻഡ് ഹോട്ടോ, ഹോട്ട് ആൻഡ് കോൾഡോ ലേക്ക്, അങ്ങനെ എന്തോ ഒരു ലേക്കിന്റെ പേര് പറഞ്ഞു. ഇത് ഈ റോട്ടർവേലാണ് അതുള്ളത്. ശരി. ഇവിടെ വെള്ളം, അതെ, വെള്ളം ഒഴുകി പോകുന്നു, തിളച്ച വെള്ളം ഒഴുകി പോകുന്നു. എടാ ഒരു മുട്ട കൊണ്ട് നീ പുഴുങ്ങി എടുക്കാറ്, വണ്ടിയിൽ മുട്ട ഇരിപ്പില്ലേ? പക്ഷെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ വേലി കെട്ടി വെച്ചിട്ട്. കണ്ണെരിയണ്ട? പക്ഷേ ഇല്ലല്ലോ, സൾഫർ ആണെങ്കിൽ കണ്ണെരിയും. പക്ഷെ ഇത് സൾഫർ അല്ല വരുന്നത്, ഇത് ആവിയാണ്, ചൂടുവെള്ളത്തിന്റെ ആവിയാണ് വരുന്നത്. ഇന്തോനേഷ്യയിൽ ഞാൻ പോയപ്പോ സൾഫറാണ് വരുന്നത്, കറക്റ്റ് പക്ക സൾഫർ. അപ്പൊ അതുകൊണ്ട് മാസ്കും ഗ്ലാസും ഇല്ലാണ്ട് പറ്റൂല. ഇവിടെ പക്ഷെ അങ്ങനെ ഇഷ്യൂ ഇല്ല, അതുകൊണ്ട് പിള്ളേർക്ക് വരെ വരാം, ഇതൊക്കെ കാണാം. ചാടി അങ്ങോട്ട് പോയായിരുന്നാ മാത്രം മതി. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, നമ്മുടെ മലയാളികൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. റോട്ടർവേയിൽ ഉണ്ടല്ലേ? റോട്ടർവേ ഈ ഫേമസ് ഫോർ ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻസും അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനൊക്കെ. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആക്ച്വലി ഇന്ന് റോട്ടർവേയിൽ വന്നിട്ട് ഇന്നൊരു വീക്കെൻഡ്, ഇന്ന് ശനിയാഴ്ച, ഇവിടെ ഒരു സ്റ്റേ പോലും ഇല്ല. ഞങ്ങൾ എന്നിട്ട് പെട്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ 2 മണിക്കൂർ അപ്പുറം വരെയുള്ള നമ്മൾ അക്കോമഡേഷൻസ് സെർച്ച് ചെയ്തു, പക്ഷേ അതുപോലും ഫുള്ള് ഒരു രക്ഷയില്ല. അവസാനം ഞാൻ, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ബേസിൽ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ആ സ്ഥലത്തിന് ഡനഡിൻ എന്ന് പറയാം, നമ്മളവിടെ പോകുന്നുണ്ട്, പുള്ളിനെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ചേട്ടനെ വിളിച്ചപ്പോൾ ഇവിടെ ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിനെ കണ്ടിട്ട് കോൺടാക്ട് ചെയ്ത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് സ്റ്റേ അറേഞ്ച് ചെയ്തു. വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ഇവിടെ ഹോട്ടൽ കിട്ടണില്ല. എന്ത് ഈ തണുപ്പത്ത് യാത്രയുടെ തണുപ്പായിരിക്കും. ഇവിടെ വന്നിരുന്നാ കോട പോലെ ഉണ്ട്, പക്ഷെ നല്ല ചൂട് ആവിയാണ് അടിച്ചോണ്ടിരിക്കണേ. നല്ല രസമുണ്ടല്ലേ, അടിപൊളി, നല്ല അടിപൊളി അനുഭവം. ഇതുണ്ടോ, ഇവിടെയൊക്കെ നോക്കി നല്ല രസം കാണാനായിട്ട്. ശരിക്കേ കോട പോലെ ആണെന്നും പറഞ്ഞ് നമുക്ക് ഫോട്ടോ എടുക്കാം, മറ്റേ വീഡിയോ എടുക്കാം, റീലൊക്കെ എടുക്കാം. മറ്റേ കോട മഞ്ഞിൻ ഓഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചൂട് തിളച്ച വെള്ളമാണ് വരുന്നത്. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. ഈ ഒരു പാർക്കിൽ ഇങ്ങനൊരു ജിയോ തെർമൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് അറിഞ്ഞാൽ ഈ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഉണ്ടല്ലോ, ഇതിനെ ഒരു പാർക്കായിട്ട് മാറ്റിയിട്ട് ആൾക്കാർക്ക് വൈകുന്നേരം വന്നിരിക്കാനും ചെറുതായിട്ട് സ്നാക്സ് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഈ സൈക്കിളൊക്കെ ഓടിക്കാനുള്ള പാത്തും കുറച്ചു നേരം നടക്കാനുള്ള വാക്ക് വേസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗവൺമെൻറ് അത്രത്തോളം ഈ ഒരു ചെറിയ സാധനമാണെങ്കിലും അല്ലെങ്കിൽ വലിയ സാധനമാണെങ്കിലും അതിനെ അത്രയും ടേക്ക് കെയർ ചെയ്തിട്ട് ആൾക്കാർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ആൾക്കാർ ഈ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ അവിടെ ആണെങ്കിൽ ഇത് അപ്പം തന്നെ അടച്ചു പൂട്ടി, അയ്യോ പുക വരുന്ന ചൂടുള്ളതുകൊണ്ട് അപകടം ഉണ്ടാവും, ഡേഞ്ചർ, തുറന്നു കൊടുത്താൽ വേസ്റ്റ് വിടും ഉള്ള ആൾക്കാർ. എപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഓവർ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുമ്പോൾ ആൾക്കാരത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ ഉണ്ടല്ലോ എന്തോരം കാര്യമാണ്. നമുക്ക്
ആരും ഇവിടെ ആരും മിസ്യൂസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇത് തണുത്ത കാറ്റടിക്കണം. ഇപ്പോൾ തണുത്ത കാറ്റിൻ്റെ ഇടയിൽ കൂടി ചൂടുവെള്ളത്തിന്റെ കാറ്റ്, അതായത് നീരാവി അടിക്കണം. ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഈ വൈകുന്നേരം ആകുമ്പോൾ തന്നെ തണുപ്പാവുമല്ലേ, അതിന്റെ ഈ ലേക്കിൽ നിന്നുള്ളതൊക്കെ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന്റെ ചൂട് കൊണ്ട് നമുക്ക് ആ ഒരു വാം ഫീലാണ്. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട്. നമ്മളെ വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നോക്കിയ ഈ കാണയുടെ ഉള്ളിൽ നിന്ന് പുക വരുന്നുണ്ടോ നിങ്ങൾ? അവിടെ കൊണ്ട് വണ്ടി കത്തി. അവിടെ ശരിക്കും നമുക്ക് കാണാൻ പറ്റും, കാണയുടെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം മറ്റേ പുക വരും. അടുത്തതായി നമ്മൾ പോകുന്നത് മിഠായി മാവൂരി വില്ലേജ്. അതായത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മാവൂറിയിൽ എന്ന് പറഞ്ഞ വിഭാഗക്കാരുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവരെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ് ന്യൂസിലാൻഡിൽ നേറ്റീവ്സ് ആയിരുന്ന ആൾക്കാരാണ് മാവൂറികൾ. അപ്പോൾ അവരൊരു ഗോത്രവർഗ്ഗക്കാരാണ്. അവരുടെ ഒരു പ്രോഗ്രാം, അവരുടെ ട്രഡീഷണൽ എങ്ങനെയാണ്, അവരുടെ കൾച്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 3 മണിക്കൂറിന്റെ പ്രോഗ്രാമാണ്. 3 മണിക്കൂറുണ്ട്. നമ്മൾ ഓൾറെഡി ടേബിളും കാര്യങ്ങളെല്ലാം നമ്മൾ ബുക്ക് ചെയ്തു. അയ്യോ, ഇവിടെ ഫുള്ളാണ് ആൾക്കാർ. ഇതുണ്ടാ അത്യാവശ്യം 19. ഇവിടെ ആക്ച്വലി ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറയാം, ഏകദേശം ഒരാൾക്ക് 8,000 രൂപയോളം വരും ഇന്ത്യൻ മണി. അപ്പോൾ ഇത് ഫുള്ളാണ് ഇവിടെ കണ്ട. ഇത് വൈകുന്നേരം 6:30 മുതൽ ഒരു 9:30 വരെയുള്ള പരിപാടിയാണ്. ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. അവിടെ എനിക്ക് തോന്നുന്നു ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് പരിപാടി നടക്കണതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഭക്ഷണം ഉണ്ട് കേട്ടോ. അതായത് ഇവരുടെ ഭക്ഷണത്തിൻ്റെ പേരെന്താ? ഹങ്കി എന്ന് പറയുന്ന അവരുടെ ട്രഡീഷണൽ ഫുഡും നമുക്ക് തരും. അത് ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കാണിച്ചു തന്നത്. മറ്റേ നമ്മുടെ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഭൂമിക്കടിയിൽ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്തോ പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ മിക്കവാറും നമുക്ക് ഇന്ന് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ടേബിൾ നമ്പർ ഉണ്ട്. നമുക്ക് കിട്ടിയ ടേബിൾ 19 നമ്മൾ ആക്ച്വലി കുറച്ച് മുമ്പാണ് ബുക്ക് ചെയ്തത്. അതായത് ഒരു ഉച്ചയായപ്പോൾ ബുക്ക് ചെയ്തു. ഭാഗ്യത്തിന് ടേബിൾ കിട്ടി. കുറച്ച് സീറ്റ് ഒഴിവുണ്ട് നമ്മുടെ ഇവിടെ മാത്രം. ഏറ്റവും അവസാനത്തെ ടേബിളാണിത്, 19 നമ്പർ കണ്ട. ഇവിടെ മാത്രം ആരുമില്ല, ബാക്കി എല്ലാം ഫുള്ളാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ന് വീക്കെൻഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് തിരക്ക് കൂടുതലായിരിക്കും. Wave out and say, Kiara! I want you to look to the back tables, the back look to the front, wave out, say, Kiara! And if there's anyone on your table... നമ്മൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇത് മൂടിയിട്ടേക്കായിരുന്നു. അപ്പോൾ അടിയിൽ നിന്ന് പുകയൊക്കെ വരുന്ന കാണായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ വന്ന സമയത്ത് നോക്കിയപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടാ, ഹങ്കി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ചിക്കൻ ഉണ്ട്, പിന്നെ എനിക്കാണ് ഉരുളക്കിഴങ്ങാണെന്ന് തോന്നുന്നു, മീറ്റ് ഉണ്ട്. എനിക്കൊന്ന് ഈ മൂടി വെച്ചാണ് മീറ്റും കണ്ട. അപ്പോൾ ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട സംഭവം, മൂടി വെച്ച് കണ്ട. സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ? ആ ഓക്കെ. കണ്ട, നമ്മുടെ കാറിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് നടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മരം കണ്ടോ നിങ്ങൾ? ഇത് ഇത്ര പൊക്കോ? ഇതാണ് നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ പ്രധാന ചിഹ്നമായിട്ട് ഇവർ എടുക്കുന്നത്. കണ്ട, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനെയാണ് ഫേൺ എന്നാണ് പറയണത്. നമ്മൾ എല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. ഫുള്ള് കാട് പിടിച്ചിരിക്കുന്നത്. ഏതൊരു കാട്ടിലോട്ട് നമ്മളെ കൊണ്ട് പോവാണ്. ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് നോക്കി ഇങ്ങനെ വരുമായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് തിളച്ച് മറിയുന്ന ചൂടുവെള്ളമല്ല, ഇത് വെള്ളം ഉറവയായിട്ട് വരുന്ന സീനാണെന്നാണ് തോന്നണം കേട്ടോ. ചൂടുവെള്ളമാണെങ്കിൽ പുക കണ്ടാനല്ലേ, പുകയൊന്നും കാണുന്നില്ല. അപ്പം മിക്കവാറും ഇത് ഒരു നദി ഉത്ഭവിക്കുകയായിരിക്കും. അവിടെ നിന്ന് ആ നദി ഉണ്ടായി നേരെ ഇതിൻ്റെ അടിയിൽ കൂടി ഒഴുകി പോകുന്നു വെള്ളം. അപ്പം എന്തോരം വെള്ളമായിരിക്കും ഇത് ഉണ്ടായി വരുന്നല്ലേ, ഭൂമി നടിയിൽ നിന്ന് വരുന്നത്. കണ്ടാ, അടിപൊളി. മൗണ്ടന്റെ മുകളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഉറവ ഇവിടെ വന്ന ഈ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഉറവയായിട്ട് ഇവിടുന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ഒരു വെള്ളം എല്ലാം വരുന്നത് ഇവിടുന്നാണ്. ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഈ ഒരു തടാകം ഇവിടെ ഉത്ഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എന്തോ ഒരു സംഭവം വരാൻ വേണ്ടിയിട്ടുണ്ട്. ഈ പുള്ളിയുടെ ഡ്രസ്സ് ഉണ്ട്. ഈ പുള്ളിയാണ് നേരത്തെ മറ്റേ പ്രസംഗിച്ചത്. സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തോ വരുന്നുണ്ട് കേട്ടോ, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്.
ന്യൂസിലാൻഡിലെ തദ്ദേശീയരായിട്ടുള്ള ജനതയാണ് മാവോറികൾ. ഈ യൂറോപ്യൻ ന്യൂസിലാൻഡുകാർക്ക് ശേഷം ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വംശീയ ജനവിഭാഗമാണ് മാവോറികൾ. Ladies and gentlemen, we are now returning the way we came. We're now heading to the auditorium, folks. അപ്പം നമ്മുടെ അവരൊരു പ്രോഗ്രാം കണ്ട ശേഷം തിരിച്ച് അതേപോലെ തന്നെ പോകാണ്ടോ. എന്നാൽ അത് എന്ത് ക്ലിയർ ആണല്ലേ, വാട്ടർ എന്ത് ക്ലാരിറ്റിയാണ്, ഒരു രക്ഷയില്ല. ഉത്ഭവിക്കുന്നില്ലേ ഉള്ളൂ, ചീത്താവാറായിട്ടില്ലല്ലോ, അതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഡാൻസോ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ കുടിലുകളും അതുപോലെ ഇവരുണ്ടാക്കിയ കൊത്തുപണികൾ ചെയ്ത പ്രതിമകൾ ഒക്കെ കാണാം. അതുപോലെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ആളുകളൊക്കെ കാണാം. തീയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ വീടൊന്നും ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ല കേട്ടോ. ഇതൊക്കെ പഴയ ഇവരുടെ കൾച്ചറാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവരിപ്പോൾ നമ്മളെ പോലെയൊക്കെ തന്നെ ഏറ്റവും ആധുനികമായിട്ട് ജീവിക്കുന്ന ജനവിഭാഗം തന്നെയാണ്. ഈ മാവോറികൾക്ക് അവരുടേതായ സംസ്കാരമുണ്ട്, ഭാഷയുണ്ട്. ഏകദേശം 1320-നും 1350-നും ഇടയിൽ ഈ കിഴക്കൻ പോളിനേഷ്യയിൽ നിന്നാണ് ഇവർ ഇന്നത്തെ ന്യൂസിലാൻഡിലേക്ക് കുടിയേറിയത്. ഈ പോളിനേഷ്യ എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലുള്ള കുറേ ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകൾ അടങ്ങിയ ഭാഗത്തെയാണ് പോളിനേഷ്യ എന്ന് പറയുന്നത്. അവർ അവിടെ നിന്നാണ് ഈ ന്യൂസിലാൻഡിലോട്ട് അവർ കുടിയേറിയത്. ഈ 18-ാം നൂറ്റാണ്ടിലാണ് ഈ ഭാഗത്തോട്ട് യൂറോപ്യന്മാർ വരുന്നത്. അന്നു മുതൽ പല തർക്കങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. 1840-ലാണ് വൈത്താങ്കി എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത്. പക്ഷേ അത് യൂറോപ്യൻസിന് അനുകൂലമായിട്ടുള്ള ഒന്നായിരുന്നു. 1860-ലൊക്കെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. അതിനെല്ലാം മാവോറികൾ അത് ശക്തമായിട്ട് തന്നെ ചേർത്ത് നിന്നു. 1877 ആ ഉണ്ടാക്കിയ ഉടമ്പടി നിയമപരമായിട്ട് തന്നെ അസാധുവായിട്ട് പ്രഖ്യാപിച്ചു. ന്യൂസിലാൻഡിൽ ഈ മാവോറികളുടെ സ്ഥാനവും അവരുടെ പരമ്പരാഗത മാവോറി സംസ്കാരമൊക്കെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1960 കാലഘട്ടങ്ങളിലൊക്കെ മാവോറികളുടെ പ്രതിഷേധ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്നിരുന്നാലും മറ്റു ന്യൂസിലാൻഡിലെ വംശീയ വിഭാഗങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും പല കാര്യങ്ങളിലും ആനുപാതികമല്ലായിരുന്നു.
പക്ഷെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. ന്യൂസിലാൻഡിന്റെ സംസ്കാരവും അതുപോലെ സാമൂഹികപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഇന്ന് മാവോറികൾ സജീവമാണ്. രണ്ടായിരത്തി 2023 കണക്കനുസരിച്ച് ന്യൂസിലാൻഡിലെ മാവോറി വംശജരായിട്ടുള്ള ആളുകളുടെ എണ്ണം ഏകദേശം 9 ലക്ഷത്തിലധികമാണ്. അത് ഈ ന്യൂസിലാൻഡിലെ മൊത്തം ജനങ്ങളുടെ 17% വരും. Move side to side and hope to catch your enemy's eyes so you can lay in your own strike. Moving up from there, we have the striking blade of the weapon we call Ati. അതുപോലെ തന്നെ ഈ മാവോറി വിഭാഗക്കാർ ന്യൂസിലാൻഡിലും മാത്രമല്ല ഓസ്ട്രേലിയയിലും ഇവർ താമസിക്കുന്നുണ്ട്. ഏകദേശം 1,70,000 മാവോറികളാണ് ഓസ്ട്രേലിയയിൽ മാത്രം താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹാളിലോട്ട് വന്നു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ചിക്കനും പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോണത്. കണ്ടാ സാലഡൊക്കെ ഉണ്ട്. ഞാൻ ദേ മൊത്തം അങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ചിക്കനാണ്, ഒരു പുഴുങ്ങിയ സെറ്റപ്പാണ് ടേസ്റ്റ്. പക്ഷേ ഇത് കൊള്ളാട്ടോ, നല്ല ടേസ്റ്റാണ്. സാലഡുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ സാധനമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഉരുളക്കിഴങ്ങാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ മധുരക്കിഴങ്ങില്ലേ, അതാണിത് മധുരക്കിഴങ്ങ്. ഇത് സാധാ ഉരുളക്കിഴങ്ങ്, ഇത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ട്രഡീഷണൽ ഫുഡ്. ഞാൻ ആക്ച്വലി വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഓരോ കണക്കൂട്ടിലിങ്ങനെ ആലോചിക്കായിരുന്നു. ഈ ഇവിടെ നടക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കിയതാണ്. 19 സീറ്റുണ്ട്, 19 ടേബിളുകളുണ്ട്. അതായത് ഒരു ടേബിളിൽ 10 പേര്. അപ്പോൾ 19 × 10 190 ആൾക്കാരാണ് ഇന്ന് ഇവിടെ വന്നേക്കണം. കണ്ടാ 190 പേരിൽ നിന്ന് ഒരു 8 എണ്ണം കുറയ്ക്കാം. കാരണം ഈ ടേബിൾ ഒരു എനിക്ക് തോന്നുന്നു 8 പേരായിട്ട് കുറവുണ്ട്. അപ്പോൾ -8, ബാക്കി 152. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ റേറ്റ് വരുന്നത് $155. അപ്പോൾ × 155, അപ്പോൾ 28,210. 28,210. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അടിച്ചു. ഇന്ത്യൻ മണി ഏകദേശം 13 ലക്ഷം രൂപ കേട്ടോ. വാവ്, അതായത് ഒരു ദിവസത്തെ ബിസിനസ്. അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സംഭവം കാണാൻ വേണ്ടിയിട്ട് കാട്ടിൽ കൂടി നടക്കാം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വന്ന അതേ കാട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകാം. മൊത്തം ഇരുട്ടാണ്. ഒന്നെങ്കിൽ എന്താ സംഭവം നോക്കിയിട്ട് വരാം. ഒരു കവാടമൊക്കെ കടന്ന് നമ്മൾ പോവാണ്. ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ പോയ സ്ഥലമല്ല കേട്ടോ. അതിൻ്റെ തന്നെ ഭാഗമാണെങ്കിലും വേറൊരു ഭാഗത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. കുറേ നേരമായിട്ട് നടക്കുകയാണ് നമ്മൾ. ഇതെന്താണ് സംഭവം എന്നറിയാമോ?
നമ്മുടെ ബയോലൂമിനസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുമ്പളിങ്ങിലൊക്കെ ഉള്ള ഈ നീല കളർ കാണുന്ന ഒരു പരിപാടിയില്ലേ, അല്ലെങ്കിൽ മിന്നാമിനിങ്ങളെ പോലെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കാണാം നമുക്ക്. അതാണ് സാധനം. പക്ഷെ അത് വീഡിയോയിൽ കിട്ടില്ല, കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഫ്ലാഷ് അടിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും അത് കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണുകൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന സംഭവം. അതായത് ഈ സംഭവം തന്നെ മറ്റേ കുമ്പളങ്ങിലൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ ബയോലൂമിനസ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രതിഭാസമില്ലേ, വെള്ളത്തിൽ നീല കളറൊക്കെ വരുന്ന ലൈറ്റ് പോലെ ഇങ്ങനെ മിന്നുന്നത്, അതാണ് സംഭവം.